അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. സ്നേഹമുള്ള അധ്യാപകരെ, അധ്യാപികമാരെ, നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മൾ നിർബന്ധമായും പഠിപ്പിച്ചിരിക്കേണ്ട ചില പ്രാർത്ഥനകളുണ്ട്. യഥാർത്ഥത്തിൽ പേരിന് ചില പ്രാർത്ഥനകൾ മനഃപ്പാഠമാക്കിപ്പിക്കുക എന്നതിനപ്പുറം എന്താണ് പ്രാർത്ഥനയുടെ റിസൾട്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ മനഃപ്പാഠമാക്കിയാൽ, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ എത്രത്തോളം ഗുണമുണ്ടാകും, എത്രത്തോളം നേട്ടമുണ്ടാകും എന്നുള്ളത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും പ്രാർത്ഥനകൾ മദ്രസകളിൽ പഠിപ്പിക്കാറുണ്ട്. എന്നാൽ അത് കുട്ടികളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാകുന്ന രീതിയിലേക്ക് ഇടയ്ക്കൊക്കെ റിമൈൻഡ് ചെയ്ത് മുമ്പ് പഠിച്ച പ്രാർത്ഥനകൾ ഓർത്തെടുക്കാനുള്ള ചില അവസരങ്ങൾ നൽകി പരസ്പരം ചർച്ച ചെയ്യുന്ന അവസരങ്ങൾ കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിപ്പിക്കുന്ന പ്രാർത്ഥന പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും 3 തവണ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച പ്രാർത്ഥനയാണ്. ഏതൊരു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോഴും ആ പ്രാർത്ഥന, അതിൻ്റെ പദങ്ങൾ, ആ പ്രാർത്ഥനയുടെ ഓരോ പദങ്ങളുടെയും അർത്ഥം, ആ പ്രാർത്ഥന കൊണ്ടുള്ള നേട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ റിസൾട്ട്, അതോടൊപ്പം ആ പ്രാർത്ഥന എപ്പോഴൊക്കെയാണ് ചൊല്ലേണ്ടത്, മാത്രവുമല്ല ആ പ്രാർത്ഥന ആ സമയത്ത് ചൊല്ലിയോ എന്നുള്ളത് കുട്ടികളോട് ചോദിക്കുക കൂടി ചെയ്യുമ്പോഴാണ്, അത് ട്രാക്ക് ചെയ്യും കൂടി ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രൊട്ടക്ഷൻ ലഭിക്കാൻ, സംരക്ഷണം ലഭിക്കാൻ നമ്മോട് ചൊല്ലാൻ പറഞ്ഞ പ്രാർത്ഥനയാണിത്. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വല ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ പ്രാർത്ഥനയാണ് രാവിലെയും വൈകുന്നേരവും 3 തവണ ചൊല്ലേണ്ട പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഓഫർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രഭാതത്തിൽ ഒരാൾ ചൊല്ലിയാൽ പ്രദോഷം വരെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും അവൻ. ലം യദുറഹു ഷൈഉൻ, ഒന്നും തന്നെ അവനെ ഉപദ്രവിക്കുകയില്ല. മറ്റൊരു ഹദീസിലുള്ളത്, പെട്ടെന്നുള്ള ഒരു പരീക്ഷണവും അവനെ ബാധിക്കുകയില്ല. അഥവാ ഒരു മനുഷ്യൻ എന്ന നിലക്ക്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് പലപ്പോഴും പല പരീക്ഷണങ്ങളും പല പ്രതിസന്ധികളും നമ്മളെ ബാധിച്ചേക്കാം. പ്രത്യേകിച്ച് പല രീതിയിലുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു തീം കൂടിയാണ്. അത്തരം രോഗങ്ങളിൽ നിന്നുള്ള ഭൗതികമായ ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടാകുന്നതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇതുപോലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുക. എന്താണ് ഈ പ്രാർത്ഥന കൊണ്ടുള്ള ഉദ്ദേശം? ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ, അല്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി, അള്ളാഹുവിൻ്റെ നാമം, അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ റബ്ബിൻ്റെ പ്രത്യേകത എന്താണ്? ലാ യദുറു മഅസ്മിഹി, അവൻ്റെ പേരിനോടൊപ്പം, അള്ളാഹുവിൻ്റെ നാമത്തോടൊപ്പം, അഥവാ അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിക്കുന്നതോടുകൂടെ ലാ യദുറു, ഉപദ്രവം വരികയില്ല.
ഉപദ്രവം ഏൽക്കുകയില്ല. ഷെയ്ഉൻ, ഒന്നും തന്നെ, ഒന്നിനും ഉപദ്രവിക്കാൻ കഴിയില്ല. ഫിൽ അർളി, ഭൂമിയിലാകട്ടെ, വല ഫിസ്സമായി, ആകാശത്തിലാകട്ടെ. നമുക്ക് ഉപദ്രവം വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ വിദ്യാർത്ഥികളോട് ചോദിക്കണം, നമുക്ക് ഉപദ്രവം വരുന്നത് എവിടെ നിന്നാണ്? ഒന്നുകിൽ ഭൂമിയിൽ നിന്ന്, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന്. ഈ രണ്ട് സ്ഥലത്തു നിന്നല്ലാതെ മൂന്നാല് ഉപദ്രവം നമുക്ക് വരാനില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഭൂമിയിൽ നിന്നാകട്ടെ ആകാശത്തിൽ നിന്നാകട്ടെ അള്ളാന്റെ നാമം ഉച്ചരിക്കുകയാണ് എങ്കിൽ ഒന്നും തന്നെ ഉപദ്രവം വരുത്തുകയില്ല. വഹുവസ് സമീഉൽ അലീം, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടങ്ങളായ 2 പേരുകളെ അവിടെ എടുത്തു പറയണം. വഹുവ, അവൻ ആരാണ്? അസ്സമീഉ, അവൻ എല്ലാം കേൾക്കുന്നവനാണ്. അവൻ്റെ കേൾവിക്ക് പരിധിയില്ല, അവൻ്റെ കേൾവിക്ക് പരിമിതിയില്ല. എല്ലാം കേൾക്കുന്ന സമീ ആണവൻ. അൽ അലീം, അവനെല്ലാം അറിയുന്നവനാണ്. അള്ളാഹു അറിയാത്തതായി ഒന്നും തന്നെയില്ല. അപ്പം എന്താണിത്? പ്രാർത്ഥന. നമ്മുടെ റബ്ബിൻ്റെ നാമം നമ്മൾ ഉച്ചരിക്കുകയാണ് എങ്കിൽ ആ നാമത്തിൻ്റെ പവർ എന്താണ്? ആ നാമത്തിൻ്റെ ശക്തി എന്താണ്? ഈ പ്രാർത്ഥനയുടെ ശക്തി എന്താണ്? ഒരു ഉപദ്രവവും എന്ത് ചെയ്യൂല? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തെ ഒരു തേള് കടിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം ഈ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. എന്നാൽ ഒരു ദിവസം ഈ പ്രാർത്ഥന അദ്ദേഹം ചൊല്ലാൻ മറന്നുപോയി. അന്നാണ് തേള് അദ്ദേഹത്തെ കടിച്ചത്. നിങ്ങൾ നോക്കി, എത്ര പ്രാധാന്യത്തോടു കൂടെയാണ് ഇതിൻ്റെ വിശദീകരണം വരെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ഇഴജന്തുക്കൾ നമ്മെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് പോലുമുള്ള പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ പൈശാചികമായ പിശാചിനെ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ, നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നതാരാണ്? പിശാചാണ്. ആ പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ എല്ലാം ഈ ഒരു പ്രാർത്ഥനയിലൂടെ യഥാർത്ഥത്തിൽ നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുകയാണ്. എന്നാൽ ഇതോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ റിസൾട്ടാണ്. ഈ പ്രാർത്ഥന പതിവാക്കിയാൽ, ഇത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും 3 തവണ നമ്മൾ ചൊല്ലുകയാണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രയോജനത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആർക്കാണ് ഇത് യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുക? കേവലം ചൊല്ലുന്നതിനപ്പുറം ഇതിൽ 100% നമുക്ക് വിശ്വാസമുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അതിൽ 100% ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് ചൊല്ലി നോക്കാം എന്ന നിലക്കുള്ള ചൊല്ലലാകരുത്, പ്രാർത്ഥനയാകരുത് നമ്മുടെ ഭാഗത്തു നിന്ന് വരേണ്ടത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതിലെനിക്ക് ലവലേശം സംശയമില്ല. ആ നിലക്കാകണം നമ്മളത് ചൊല്ലാൻ ശ്രദ്ധിക്കേണ്ടത്. ഇത് അധ്യാപകരായ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, നമ്മൾ മനഃപ്പാടമാക്കി നമ്മൾ ചൊല്ലുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ ഇതിൻ്റെ സൽഫലങ്ങളെക്കുറിച്ച് ചരിത്രങ്ങളിലൂടെ, ഹദീസുകളിലൂടെ, അതിൻ്റെ വിശദീകരണങ്ങളിലൂടെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിലുള്ള യഥാർത്ഥ വിശ്വാസത്തിലേക്ക് മക്കളെ കൊണ്ടുപോകാനും അവരെ പിശാചിൽ നിന്നും മറ്റുള്ള പ്രയാസങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണത്തിലേക്ക് എത്തിക്കാനും നമുക്കതിലൂടെ സാധിക്കുകയുള്ളൂ. ഇത് വലിയ ഒരു ദൗത്യമാണ്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് പല നിലക്കുള്ള
ലിബറൽ ചിന്താഗതികൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിലേക്കുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസത്തെ നമ്മൾ ദൃഢീകരിക്കാൻ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ കൈമാറേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹ് ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.